ശബരിമല മകരവിളക്ക് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. മകരവിളക്ക് അടുത്തിരിക്കുന്നു. നിയന്ത്രണം നിലവിൽ വന്നതോടെ സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ട്. അതേസമയം ശബരിമലയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും പർണശാലകൾ ഉയർന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്നും KB ശ്യാംപ്രസാദ് ഉണ്ട്. ശ്യാംപ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്യാംപ്രസാദ്, മകരവിളക്കിലേക്ക് അടുക്കുന്നു. 15-ാം തീയതിയാണ് മകരവിളക്ക്. തീർത്ഥാടകരൊക്കെ തന്നെ എത്തുന്നുണ്ടോ? തിരക്കൊക്കെ എങ്ങനെയാണോ അവിടെ? ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അന്തിമഘട്ടത്തിലാണ്. എല്ലാവിധ ക്രമീകരണങ്ങളുമെല്ലാം തന്നെ വിവിധ വകുപ്പുകളുടെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെ നേതൃത്വത്തിലെല്ലാം തന്നെ നടന്നു വരികയും ചെയ്യുന്നു. എന്തായാലും തീർത്ഥാടക തിരക്ക് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തീർത്ഥാടകരുടെ തിരക്കിൽ വലിയ നേരിയ കുറവുണ്ട്. പ്രധാനമായും നിലവിലുണ്ടാകുന്ന നിയന്ത്രണങ്ങൾ, അതായത് ഇങ്ങോട്ടേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന സ്പോട്ട് ബുക്കിംഗ് നിർത്തിയതും ഒപ്പം തന്നെ നിലവിൽ എരുമേലി പേട്ടത്തുള്ളൽ തുടങ്ങിയ കാരണങ്ങളാലാണ്. ഈ 2 കാരണങ്ങളാൽ തന്നെയാണ് തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഇങ്ങോട്ടേക്ക് ഇന്നലെയും ഇന്നും നേരിയ കുറവനുഭവപ്പെടുന്നത്. എന്നാൽ ഇനിയുള്ള മണിക്കൂറുകളിൽ, അതായത് നാളെയും അടുത്ത ദിവസങ്ങളിലുമായിട്ട് കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക്, കൂടുതൽ തീർത്ഥാടകർ ദർശനത്തിനായി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വിവിധ വകുപ്പുകളെല്ലാം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നു. മകരവിളക്ക് ദർശനം സാധ്യമാകുന്നിടങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിൻ്റെ പരിശോധനകളുണ്ടായിരുന്നു. ഒപ്പം തന്നെ 10 ഇടങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ, അതായത് മകരവിളക്ക് ദർശിക്കാൻ തീർത്ഥാടകർക്ക് ദർശിക്കാൻ കഴിയുന്ന 10 ഇടങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്കറിയാൻ കഴിയും, പമ്പ, ഹിൽ ടോപ്പ്, അപ്പാച്ചിമേട്, ശരംകൊത്തി തുടങ്ങി ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ആളുകൾ തമ്പടിക്കുന്ന പാണ്ടിത്താവളം അടക്കം 10 ഇടങ്ങളിൽ കൂടുതൽ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെയാണ് ദേവസ്വം ബോർഡ് ഒരുക്കുന്നത്. ഒപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. സുരക്ഷ കണക്കിലെടുത്ത്, അതായത് ഈ മകരവിളക്ക് ദർശനത്തിന് ശേഷം തീർത്ഥാടകർ വേഗം തന്നെ പമ്പയിലെത്തി അവിടെ നിന്ന് വാഹനങ്ങളിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള കാര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും ഇത്തരത്തിലാണ് ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. എന്തായാലും മകരവിളക്കിനോടനുബന്ധിച്ചുള്ള കൂടുതൽ പ്രത്യേക പൂജകൾക്കെല്ലാം തന്നെ നാളെ തന്നെ തുടക്കമാകും. അടുത്ത ദിവസങ്ങളിൽ പ്രാസാദ ശുദ്ധിക്രിയയും മകരവിളക്ക് ദിനമായ 15-ന് ബിംബശുദ്ധക്രിയകൾ നടക്കുകയും ചെയ്യും. എന്തായാലും ഇങ്ങനെ ഇത്തരത്തിലുള്ള വിവിധ പൂജാ ചടങ്ങുകളും പ്രത്യേക പൂജാ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുകയും ചെയ്യും. എന്തായാലും തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം കൊണ്ട് നിർത്തലാക്കിയ സാഹചര്യം, ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ് അനുഭവപ്പെടുന്നത്. എന്തായാലും നിലവിൽ വരുന്നവർക്ക് ഇന്നും നാളെയുമായി വരുന്ന തീർത്ഥാടകരെല്ലാം തന്നെ സന്നിധാനത്ത് തമ്പടിച്ചുകൊണ്ട് മകരവിളക്ക് ദർശനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അവർ നടത്തുകയും ചെയ്യും. അതിനായിട്ട് ഈ ശബരിമലയിലും സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായിട്ടുള്ള വിവിധ പർണശാലകൾ കെട്ടി തീർത്ഥാടകർ മകരവിളക്ക് ദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്തായാലും ഇപ്പോഴും ഈ ഘട്ടത്തിലും ഈ ഒരു മണിക്കൂറുകളിലും ഇങ്ങോട്ടേക്ക് തീർത്ഥാടകർ ശബരിമല ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കീർത്തി. ശരി ശ്യാംപ്രസാദ്.